Hi everyone, welcome to ROSHNI Food and Life. എന്തൊക്കെയുണ്ടെല്ലാവർക്കും വിശേഷങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് മാത്രമല്ല എല്ലാം സേഫായിട്ട് ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല, ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് കൂടുതൽ ആൾക്കാർക്കും വേണ്ടുന്നതാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് അല്ലേ. കാര്യം രാവിലെ എഴുന്നേൽക്കുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷനാണ്, എന്തുണ്ടാക്കണം, എങ്ങനെ ഉണ്ടാക്കും എന്നുള്ള കൺഫ്യൂഷനാണ് രാവിലെ എണീറ്റ് വരുന്നത്. ഇനി അപ്പമൊക്കെ ഉണ്ടാക്കാനാണെങ്കിലോ തലേദിവസം അരി കുതിർത്ത് വെക്കണം, തേങ്ങ തിരുമണം, അരയ്ക്കണം. ഇഡലിക്കും ദോശയ്ക്കുമാണെങ്കിലും അതുപോലെ തന്നെ അരിയും കുഴുന്നും എല്ലാം കുതിർത്തെടുത്ത് ഭയങ്കര പരിപാടിയല്ലേ. അപ്പോൾ ഈ പരിപാടികളെല്ലാം ഒഴിച്ച് മാറ്റി നമുക്ക് നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പി ഉണ്ടാക്കിയാൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പം തന്നെ ജസ്റ്റ് ഒന്ന് അരച്ചെടുത്ത് ചുട്ടെടുത്ത് നല്ല കിട്ടില്ല അപ്പം കഴിയാവും. അപ്പോൾ നമുക്ക് ഈ അടിപൊളി അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഞാൻ ചെയ്യാൻ പോകുന്നത് വേറൊന്നുമല്ല, നമ്മുടെ റവ കൊണ്ട് വെള്ളയപ്പമാണ്. റവ വെള്ളയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ, അപ്പം റവ കൊണ്ട് എങ്ങനെ വെള്ളയപ്പം ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അപ്പം റവ കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് അപ്പം ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, എന്നെ സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ എങ്ങനെയാണ് അപ്പം ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം ഞാനിവിടെ റവ വെള്ളയപ്പം ഉണ്ടാക്കാനുള്ള ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിവിടെ റവ എടുത്തിട്ടുണ്ട്, കുറച്ച് മൈദ ചേർക്കുന്നുണ്ട്. അപ്പം റവ എന്ന് പറയുമ്പോൾ 1 കപ്പ് റവയ്ക്ക് 3 ടീസ്പൂൺ മൈദ ചേർത്താൽ മതി. അപ്പം മൈദ കഴിക്കാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, മൈദയ്ക്ക് പകരം ഓൾട്ടർനേറ്റീവായിട്ട് ഗോതമ്പ് പൊടി ചേർത്താലും മതി കേട്ടോ. ഞാനിവിടെ മൈദയാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ റവയും മൈദയും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈസ്റ്റ്, ഞാനിപ്പം ആക്റ്റീവ് ഈസ്റ്റ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ ഏത് ഈസ്റ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണെങ്കിൽ അത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. പഞ്ചസാരയും ഉപ്പും ഇത്രയും മാത്രം മതി നമ്മുടെ അപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പം നമ്മൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഈസ്റ്റിനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ ഈസ്റ്റ് യൂസ് ചെയ്യാം, ഇൻസ്റ്റന്റ് ഈസ്റ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ഡ്രൈ ഈസ്റ്റ് ആണെങ്കിലും ആക്റ്റീവ് ഫ്രഷ് ഈസ്റ്റ് ആണെങ്കിലും നിങ്ങൾ കുറച്ച് ചൂടുവെള്ളം പഞ്ചസാരയും ഇട്ട് കുറച്ച് നേരം മാറ്റി വെച്ചതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാവൂ. എങ്കിൽ മാത്രമേ നമ്മുടെ ഈസ്റ്റ് ആക്ടിവേറ്റ് ആവത്തുള്ളൂ. അപ്പോൾ അതിന് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, ഡയറക്റ്റ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ നിന്ന് ആക്ടിവേറ്റ് ആക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് പഞ്ചസാര, 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ നമ്മുടെ ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈസ്റ്റ് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. നമുക്കിതൊരു 10-15 മിനിറ്റ് മാറ്റി വെക്കാം. അപ്പോൾ നന്നായിട്ട് ആക്റ്റീവായിട്ട് വരും. അതിനുശേഷം നമുക്ക് നമ്മുടെ മിക്സിയിലിട്ട് അരയ്ക്കുന്ന സമയത്ത് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് നമ്മുടെ റവയും മൈദ എല്ലാം കൂടെ ഒന്ന് മിക്സറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് റവ നമ്മുടെ മിക്സറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ട് ഈസ്റ്റ് ഇല്ലായിരുന്നോ, ഈസ്റ്റ് ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങളുടെ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണെങ്കിൽ ഡയറക്റ്റ് ഇതുപോലെ നമ്മുടെ മിക്സറിലോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഡ്രൈ ഈസ്റ്റ് ആണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം ഒഴിച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് ഒന്ന് ആക്ടിവേറ്റ് ചെയ്തെടുക്കേണ്ടി വരും. അപ്പം നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ചേർക്കാനുള്ളത് ഉപ്പും പഞ്ചസാരയാണ്. ഉപ്പ് നമുക്ക് അരച്ചെടുത്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. പക്ഷെ പഞ്ചസാര നമുക്കിപ്പം ചേർത്ത് കൊടുക്കാം. നമ്മളൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ കൺസിസ്റ്റൻസി നോക്കി വേണം അരച്ചെടുക്കാൻ. നമുക്ക് ഇത്രയും ചേർത്ത് അരച്ചെടുക്കാം. ഇനിയും കുറവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മാവ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലോട്ട് ഒഴിക്കാം. അപ്പോൾ ഇതിന്റെ കൺസിസ്റ്റൻസി കണ്ടാലും നമ്മൾ സാധാരണ വെള്ളയപ്പം എടുക്കുന്ന പോലെ തന്നെ ഒരുപാട് കട്ടിയല്ല, എന്നാൽ ഒരുപാട് ലൂസ് വരാത്തൊരു പരുവത്തിൽ നമ്മളാക്കി എടുത്തിട്ടുണ്ട്. ഇത് ബബിൾസ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിതൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. അപ്പം നമ്മൾ നന്നായിട്ട് നമ്മുടെ അപ്പം പൊങ്ങി വരുന്ന പോലെയാണ്, നന്നായിട്ട് പൊങ്ങി വരും. അതിനുശേഷം നമുക്ക് ചുട്ടെടുക്കാം. ഇത് ചെയ്യുമ്പോൾ 10 മിനിറ്റിന് ശേഷം നോക്കുക, നമ്മുടെ മാവ് നന്നായിട്ട് ബബിൾസ് ഒക്കെ വന്ന് പൊങ്ങിയിട്ടുണ്ട്. അപ്പം ചിലർക്ക് സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരി ചെയ്യും. 10 തൊട്ട് 15 മിനിറ്റ് മാക്സിമം എടുക്കത്തുള്ളൂ. അപ്പം കുറച്ച് പൊങ്ങി വരാൻ കുറച്ച് സമയം എടുക്കുകയാണെങ്കിൽ 15 മിനിറ്റ് കൂടെ വെച്ചേക്ക്. എനിക്കിപ്പം എക്സാക്ട് 10 മിനിറ്റ് ഇങ്ങനെ നന്നായിട്ട് ബബിൾസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്റർ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ അപ്പം ചുട്ട് തുടങ്ങാം. അപ്പം നമ്മുടെ അപ്പം ചുട്ടെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോന്നോരോന്ന് ചുട്ടെടുക്കാം. നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ ഒരുപാട് അങ്ങ് പരത്തി കൊടുക്കണ്ട. നമ്മൾ സാധാരണ നമ്മുടെ വെള്ളയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് കോരി കൊടുത്ത് നടക്കൊന്ന് തൊട്ട് കഴിഞ്ഞാൽ ഇതുപോലെ പരന്ന് ഒരുപാട് അങ്ങ് പരക്കണ്ട കേട്ടോ. അപ്പോൾ ഇങ്ങനെ ബബിൾസ് ഒക്കെ വന്നു കഴിഞ്ഞ ശേഷം നമുക്ക് ജസ്റ്റ് ഒരു മൂടി വെച്ചിട്ട് അടച്ചു വെക്കാം. ഇത് നമ്മുടെ അപ്പം കണ്ടോ, നല്ല ഹോൾസ് ഒക്കെ വന്ന് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള അപ്പവും ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തേ കണ്ടു, നല്ല സോഫ്റ്റ് ഒരു അപ്പമാണ്. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ട് ഹോൾസ് ഒക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നവരെ മനസ്സിലായില്ലത് ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു കറി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാമേ. ഒരു മുട്ടക്കറിയാണ്. അപ്പോൾ ഞാൻ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പം അപ്പോൾ നല്ല ഹോൾസ് ഒക്കെ വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു അരമണിക്കൂർ വേണ്ട, അതിന് മുമ്പ് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. നല്ല സോഫ്റ്റാണ്, കഴിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് കമൻറ്റ് ബോക്സിലിടാൻ ആരും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ഒരു അപ്പം റെസിപ്പി ഉണ്ട്, നല്ലൊരു ചാനലുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം. അതുവരെ ബൈ, ടേക്ക് കെയർ.